ഹായ് ഓൾ, ഞാൻ അഭിപ്രകാശ്, നിങ്ങളുടെ കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി. Prepwise HSEE സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ HSEE സീരീസിൽ ഇതിനു മുമ്പ് ഡേറ്റ്സ് വന്നതും അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് HSEEയിലെ ചില ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ പറ്റിയാണ്. ഒരുപാട് ഡേറ്റ്സ് നിങ്ങൾക്ക്, അതായത് ഡെഡ് ലൈൻ എപ്പോഴാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ എപ്പോൾ എൻഡ് ചെയ്യും, പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, എന്നാണ് എക്സാം, അതുപോലെ എന്ന് റിസൾട്ട് വരും, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ HSEE സീരീസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അധികം വളച്ചുകെട്ടൊന്നുമില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് അഥവാ IIT മദ്രാസ് +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന HSEE ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷനെ പറ്റി നിങ്ങളെല്ലാവർക്കും തന്നെ അറിയാം. ഈ എക്സാം എഴുതാനായിട്ടുള്ള ആപ്ലിക്കേഷൻ അവർ 9th മാർച്ചിന് സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ HSEEക്കായിട്ടുള്ള ആപ്ലിക്കേഷൻ IIT മദ്രാസ് സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു 9th മാർച്ച് തൊട്ട്. സോ 9th മാർച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നിങ്ങൾ ഈ സൈഡ് കാണുന്നത്. നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് സ്കിം ചെയ്തു പോകാം. അപ്പം അതിലെ ഫസ്റ്റ് ഡേറ്റ് March 9th ആണ്. അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് എക്സാമിനേഷൻ ഫീ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 3rd സ്റ്റെപ്പിലുള്ളത് ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഫീ രണ്ടായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ A നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെയാണ്. പേയ്മെൻറ്റ് ഓപ്ഷൻ B എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്ക് ചലാനാണ്. അതായത് ബാങ്ക് ചലാൻ വഴി ഉള്ള ട്രാൻസാക്ഷനാണ്. സോ ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് March 9th ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അവസാന ഡേറ്റ്, ഇതിൻ്റെ ഡെഡ് ലൈൻ നിങ്ങൾക്ക് എന്ന് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് April 27, 2022 വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ. ആർക്ക്? ഫോർ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഓപ്ഷൻ A, ഇൻ്റർനെറ്റ് ബാങ്കിങ് അഥവാ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI എല്ലാം വെച്ച് പേ ചെയ്തവർക്കുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് April 27, 2022. അതേ സ്ഥാനത്ത് ഈ ബാങ്ക് ചലാൻ കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് പോയി വരാനൊക്കെ സമയം എടുക്കുന്നതുകൊണ്ട് അവരുടെ ലാസ്റ്റ് ഡേറ്റ് ഡെഡ് ലൈൻ വരുന്നത് April 28, 2022 ആണ്. അന്നത്തോടെ അപ്ലിക്കേഷൻ, അതായത് ഇവർ സ്വീകരിക്കുന്നത് നിർത്തും. IIT മദ്രാസ് HSEEയുടെ ആപ്ലിക്കേഷൻസ് എൻഡ് ചെയ്യും. അതോടെ പിന്നെ ആർക്കും ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. സോ ഓൾമോസ്റ്റ് ഒരു 50-60 ഡേയ്സ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ എന്ന് വെച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുക. കാരണം അവസാനം ആകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ഹാങ് ആവും. ഇവരുടെ ഈ പോർട്ടൽസ് ഹാങ് ആയിട്ട് നമുക്ക് പിന്നെ അതിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കുകയും അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുകയും വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്യാൻ ബി ചെക്ക്ഡ് ഫ്രം ദ HSEE വെബ്സൈറ്റ് ബൈ കാൻഡിഡേറ്റ്സ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ എത്തിയിട്ടുണ്ടോ, അത് അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ, അതായത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളയും, അത് റിജക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനുള്ള ടൈമാണ് May 9, 2022 ടു May 30, 2022. ഈ ടൈമിനിടയ്ക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണോ, നിങ്ങൾ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടോ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കോഴ്സിലേക്കല്ല, ആപ്ലിക്കേഷൻ അവർ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ളൊരു ടൈമാണ് ഈ May 9 ടു May 30. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണ് May 30 ടു June 12. June 12 എന്ന് പറയാൻ കാരണം June 12 നിങ്ങൾക്ക് കാണാൻ അടുത്തത് എക്സാമിനേഷൻ ഡേറ്റ് ആണ് June 12. സോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈമാണ് May 30 ടു June 12. ഈ ഒരു 10-12 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. വലിയ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് പോവുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, 5 മിനിറ്റുള്ളിൽ കഴിയുന്ന സംഭവമേ ഉള്ളൂ. ഒരുപാട് ടൈമുണ്ട്. ഇനി വരുന്നതാണ് എക്സാമിനേഷൻ ഡേറ്റ് 9 to 12. ഈ 3 hour എക്സാമാണ്. എക്സാം എങ്ങനെയാണെന്ന്, എക്സാമിൻ്റെ സിലബസും ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ വിഷയം ഇതായതുകൊണ്ട് നമ്മളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് June 12, അതിൻ്റെ ഡ്യൂറേഷൻ 3 hours 9 to 12 ആണ്. അത് 9 AM to 12 PM. സോ അടുത്തത് വരുന്നത് കോപ്പി ഓഫ് കാൻഡിഡേറ്റ് റെസ്പോൺസസ് ഫോർ പേപ്പർ 1 ടു ബി അവൈലബിൾ ഓൺ ദ HSEE 2022 വെബ്സൈറ്റ്. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ആൻസേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ തന്നെ അതിൽ വിസിബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതിനുള്ള ടൈമാണ് June 20 to June 22. ഇവിടെ ടൈം ഫ്രെയിം കുറച്ച് കുറവാണ്. സോ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. 5 മണി വരെയാണ്, 5 PM വരെയാണ്, June 20 to 5 PM വരെ. സോ ഓൾമോസ്റ്റ് 2 days, അതായത് 48 hours മേലെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ടൈം. അത് മതി, അതും 5 മിനിറ്റ് മതി ഡൗൺലോഡ് ചെയ്യാൻ. പക്ഷേ ഓർക്കണം എന്നുള്ളതാണ്, ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ അതെടുത്ത് കളയും. സോ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ റെസ്പോൺസ് ഷീറ്റ് കൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ആൻസർ കീസ് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പം നിങ്ങൾക്ക്
ഉത്തരം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തരികയാണ്, ഇങ്ങനെയൊക്കെയാണ് ഉത്തരങ്ങൾ. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ മാറ്റുകയും ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടാവാറ്. ഇവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് വരുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഈ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടും നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് 20 to 22 നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. 23rd June ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീസ് അല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീസ് പ്രൊവൈഡ് ചെയ്യും. പ്രൊവിഷണൽ തന്നെ പറയാൻ കാരണം അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഫൈനൽ ആൻസർ കീ എന്നുള്ളതാണ് ലാസ്റ്റ് കൗണ്ട് ചെയ്യുന്ന ഒരു ആൻസർ കീ. അങ്ങനെ June 23 പ്രൊവിഷണൽ ആൻസർ കീ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓൺ HSEE വെബ്സൈറ്റ് ആണ്. നിങ്ങൾ എഴുതിയിരിക്കുന്ന എക്സാമിൻ്റെ റിസൾട്ട് വരികയാണ് June 29 എന്ത് ഫാസ്റ്റ് ആണല്ലേ, ഓൾമോസ്റ്റ് 17 ഡേയ്സിനുള്ളിൽ ഒക്കെ റിസൾട്ട് വരികയാണ്. നിങ്ങൾ June 12 എഴുതി, ഇത് ടെൻറ്റേറ്റീവ് ആണ് കേട്ടോ. ഇപ്പം ചിലപ്പം June 30 ആവുമായിരിക്കും, അല്ലെ July 1st വീക്ക് ആവുമായിരിക്കും. എങ്കിൽ പോലും ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് വരുന്ന ഒരു സ്വഭാവമാണ് HSEE എക്സാമിനുള്ളത്. സോ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞ് 29 June ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കിട്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്താണ്, അവർ ചെല്ലുമോ ഇല്ലയോ എന്നുള്ളത് രജിസ്ട്രേഷൻ വഴി അവരെ അറിയിക്കണം. അപ്പോൾ അവരുടെ ചോയ്സ് ഫില്ല് ചെയ്യുക. അതായത് 2 ചോയ്സാണ് നമുക്ക് ഉണ്ടാവുക. ഏത്, ഇംഗ്ലീഷ് സ്റ്റഡീസ് ആണോ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആണോ. സോ അത് ചോയ്സ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അവരെ, ഞാൻ കോഴ്സ് എടുക്കുമോ ഇല്ലയോ. കാരണം ഇപ്പം ലിസ്റ്റിൽ 58 സീറ്റ്സ് ആണെന്ന് പറഞ്ഞു. 59th ആയിട്ടുള്ള ആൾക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ കൊടുക്കുന്ന കൺഫർമേഷൻ വെച്ചിട്ടാണ് തീരുമാനിക്കുക. സോ ഇതും വിട്ടുപോകാൻ പാടില്ല. അതിനുള്ള ടൈമും വെറും 5 days ആണ്. June 30 to July 4th വരെയാണ് ഈ കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം. സോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കില്ല. ലാസ്റ്റ് ഡേ വരുന്നത് July 7th ആണ്. സീറ്റ് അലൊക്കേഷൻ ഫോർ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് വിൽ ബി അവൈലബിൾ അറ്റ് ദ HSEE വെബ്സൈറ്റ്. HSEE വെബ്സൈറ്റ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആർക്കൊക്കെ ഏതൊക്കെ സ്ട്രീമിലേക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പം ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആയാലും ശരി, ഇംഗ്ലീഷ് സ്റ്റഡീസ് ആയാലും ശരി, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് സീറ്റ്സ് അലോട്ട് ചെയ്ത് ഫൈനൽ ലിസ്റ്റ് വരുന്ന ഡേറ്റ് ആണ് July 7th. സോ March 9th തുടങ്ങുന്ന ഈ പ്രോസസ്സ് July 7th അവസാനിക്കുകയാണ്. അതിനുശേഷം കിട്ടിയവർ IIT മദ്രാസിലേക്ക് പോകുന്നു, ബാക്കിയുള്ളവർ അവരുടെ അടുത്ത എക്സാംസിനായിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നു. സോ ഇതാണ് HSEE 2022 ആയിട്ട് IIT മദ്രാസ് ഇറക്കിയിട്ടുള്ള ഒരു ടൈം ലൈൻ. സോ ഇതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഈ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. വെറും 2 days അല്ലെങ്കിൽ 48 hours കുറച്ചുകൂടെ അധികം അത്രേ കിട്ടുന്നുള്ളൂ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുപോലെ കൺഫർമേഷൻ കൊടുക്കുന്നത്, അഡ്മിഷൻ കിട്ടിയവർ അവരെ നിങ്ങളെ മെയിൽ ത്രൂ അറിയിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ചില സമയങ്ങളിൽ ഫോൺ കോൾസും വരും, പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യേണ്ട. മെയിൽ ത്രൂ എന്തായാലും അവർ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സോ സ്പോട്ടിൽ തന്നെ പോയിട്ട് ഒന്നിനും കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോയി അഡ്മിറ്റ് ചെയ്യുക. കാരണം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഊരി പോരാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട കോളേജ്, വീടിനടുത്തുള്ള കോളേജോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള വേറൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം. അതേ സ്ഥാനത്ത് കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ അവർ ഡിനൈ ചെയ്യുകയാണ് ചെയ്യുക. സോ അതുകൊണ്ട് കിട്ടിയവർ എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ആപ്ലിക്കേഷൻ ചെയ്യുന്നവർ, അതായത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എങ്ങനെയാണെങ്കിലും April 27th ആവാൻ നിൽക്കാതെ തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇതൊക്കെയാണ് IIT മദ്രാസ് HSEE 2022 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒന്നും തന്നെ കമ്മിറ്റ് ചെയ്യാതിരിക്കുക. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് മാത്രം എക്സാമിന് പോവുക. IIT മദ്രാസ് പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെറും 58 സീറ്റ്സ് മാത്രമുള്ളൊരു എക്സാമാണ് HSEE. അതുകൊണ്ട് തന്നെ ഈ HSEE ക്ലിയർ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. കൃത്യമായുള്ള പ്രിപ്പറേഷൻ, കൃത്യമായുള്ള ഒരു സ്ട്രാറ്റജി ഇതിന് ആവശ്യമുണ്ട്. HSEE ക്ലിയർ ചെയ്യാൻ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. HSEEയുടെ സിലബസിൽ പെട്ടിട്ടുള്ള എല്ലാ ഏരിയാസും ക്ലാസ്സസായും വാല്യൂ ആഡഡ് നോട്ട്സ് ആയിട്ടും എല്ലാം തന്നെ Prepwise കവർ ചെയ്യുന്നതാണ്. ഇത് പോരാത്തതിന് നിങ്ങളത് വൃത്തിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഡെയിലി ടോപ്പിക് ടെസ്റ്റും അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റും Prepwise കണ്ടക്ട് ചെയ്യും. Part 1 മാത്രമല്ല, Part 2 ഇമ്പ്രൂവ് ചെയ്യാൻ, essay റൈറ്റിംഗ് നിങ്ങളുടേത് അടിപൊളിയാകാൻ Prepwise പ്രത്യേക സെഷൻസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് Prepwiseൻ്റെ ഒപ്പം നിങ്ങളുടെ HSEE ജേർണി സ്റ്റാർട്ട് ചെയ്തോളൂ. Prepwiseനെ പറ്റി കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. HSEE അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. എത്രയും പെട്ടെന്ന് പോവുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ HSEE ക്ലിയർ ചെയ്യാൻ വേണ്ട പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. HSEE സീരീസിലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുവരേക്കും എന്നത്തെയും പോലെ പീസ് ഔട്ട്.